വയനാട് മേപ്പാടി എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമിച്ചു കൊന്ന അറുമുഖന്റെ മൃതശരീരം സംസ്കരിച്ചു. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള എല്ലാ നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ട് പോകുകയാണ്. ഇതിനായി 3 സംഘങ്ങളായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുത്തങ്ങിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ച് ശ്രമം തുടരുകയാണ്. ശ്രമം പരാജയപ്പെട്ടാൽ മയക്കുവെടി വെക്കാനാണ് തീരുമാനം. ജോഷില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. ഇതോടെ 9 PM പൂർണ്ണമാകുന്നു. ശേഷം സ്പീഡ് ന്യൂസ് കാണാം. വർഷ വിജയൻ ചെയ്യും. എരുമക്കൊല്ലിയിൽ കാട്ടാന കുത്തിക്കൊന്ന അറുമുഖന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പൂളക്കുന്ന് കോളനിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വളരെ വേദനാജനകമായ ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആളുകളും മറ്റ് ബന്ധുക്കളും അടക്കം ഭീതിയിലും വളരെയേറെ സങ്കടത്തിലുമായിരുന്നു. ഈ ഭാഗങ്ങളിൽ സാധാരണ നിലയിൽ കാട്ടാനകൾ ഇറങ്ങാറുണ്ടെങ്കിലും ഇത്തരത്തിൽ കുത്തിക്കൊല്ലുന്ന ഒരു രീതിയിലേക്ക് ഇതുവരെ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരം ഭീതി ഉണ്ടായിട്ടുണ്ട്. ഈ ഭീതി മാറ്റാനും മാറ്റാനുമായി വനം വകുപ്പ് സംയുക്തമായ രീതിയിൽ ആനകളെ തുരത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. 3 സംഘങ്ങളായി കാട്ടാനകളെ തുരത്താനായി ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് വനം വകുപ്പ്. അതേസമയം തന്നെ കുങ്കി ആനകളെയും ഇറക്കി കഴിഞ്ഞു. മുത്തങ്ങയിൽ നിന്നും വിക്രമിനെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ കുങ്കി ആനകളെ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വനം വകുപ്പ് ഇതിനു മുൻപ് തന്നെ 3 സംഘങ്ങളായി തിരിഞ്ഞ് കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. കാട്ടിനുള്ളിൽ നിന്നും ആനയെ തുരത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഉൾവനത്തിലേക്ക് ആനയെ തുരത്താനുള്ള ശ്രമമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ആനയ്ക്ക് മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറത്തിറക്കിയിട്ടുണ്ട്. മയക്ക് വെടിവെക്കുന്നത് ഉപാധികളോടെ ആയിരിക്കണം. ആദ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കും. അത് പരാജയപ്പെട്ടാൽ മാത്രം കുങ്കി ആനകളെ ഉപയോഗിച്ച് ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാൻ ശ്രമിക്കും. അതും പരാജയപ്പെട്ടാൽ മാത്രമേ മയക്ക് വെടിവെക്കുകയുള്ളൂ എന്നുള്ളതാണ് ഉപാധി. ആ രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഡോക്ടർ അജേഷ് മോഹൻദാസ് അടക്കമുള്ള ആളുകൾ, വെറ്റിനറി ഡോക്ടർ അജേഷ് മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നാളെ ഡ്രൈവ് ആരംഭിക്കും. നാളെ രാവിലെ തന്നെ ഡ്രൈവ് ആരംഭിക്കും. അതേസമയം തന്നെ ഇതിന് സമാന്തരമായി അറുമുഖന്റെ കുടുംബത്തിന് ഉള്ള വനംവകുപ്പിന്റെ ധനസഹായം ഇന്ന് അജിത് കെ രാമൻ DFO അജിത് കെ രാമൻ കൈമാറുകയുമുണ്ടായി. 5 ലക്ഷം രൂപയാണ് ആദ്യ ഗഡു എന്നുള്ള രീതിയിൽ വനംവകുപ്പ് കൈമാറിയിട്ടുള്ളത്.